നമസ്കാരം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ജനത ഉറ്റുനോക്കുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആന്ധ്രയിൽ ഒന്നിച്ചു നടക്കുകയാണ്. 175 നിയമസഭാ മണ്ഡലങ്ങളിലായി 237 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ടി ആവേശമാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അതേസമയം തന്നെ 4ാം ഘട്ടത്തിൽ വ്യാപകമായ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ നിന്നും TDPയുടെ പോളിംഗ് ഏജന്റിന് കുത്തേറ്റ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ 3 പോളിംഗ് ഏജന്റുമാരെ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നുണ്ട്. ചിറ്റൂർ ജില്ലയിലെ സാഡും മണ്ഡലത്തിലെ ബുക്കാർമണ്ഡം ഗ്രാമത്തിൽ നിന്നാണ് TDPയുടെ ഏജന്റുമാരെ അജ്ഞാതരായ സംഘം തട്ടിക്കൊണ്ടുപോയത്. പുനഗുരു നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെയും രാഷ്ട്രീയ വൈരാഗ്യം കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. കാരണം ഈ പോളിംഗ് ഏജന്റിന് കുത്തേറ്റ സംഭവത്തിലും പോളിംഗ് ഏജന്റുമാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലുമൊക്കെ YSR-CPയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് TDP എങ്കിൽ പോലും ഈ സംഭവത്തിന്റെയൊക്കെ പ്രതികളെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്. നിലവിൽ അജ്ഞാതരാണ് ഇത് നടത്തിയത് എന്ന തരത്തിൽ തന്നെയാണ് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ബംഗാളിലും കാര്യങ്ങളൊന്നും വ്യത്യസ്തമല്ല. ബംഗാളിലെ ബിർഭൂമിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോളിംഗ് ബൂത്തിന് പുറത്തുള്ള ഒരു സ്റ്റാൾ അടിച്ചു തകർത്ത സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ BJPയുടെ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും സന്ദേശ് ഖാലിയിൽ ഉൾപ്പെടെ ഇന്നലെ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ പോലും ആന്ധ്രാപ്രദേശിൽ നിന്നും ഓരോ മണിക്കൂറിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് വോട്ടർമാർക്കിടയിൽ. നമുക്കറിയാം 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അനിഷ്ട സംഭവങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ സുരക്ഷാ വിന്യാസമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 ലോക്സഭാ സീറ്റുകളാണ് ഈ കേന്ദ്രഭരണ പ്രദേശത്തുള്ളത്. ശ്രീനഗർ മണ്ഡലത്തിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ മണിക്കൂറുകളിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും TDPയുടെയും YSR-CPയുടെയും പ്രവർത്തകർ തമ്മിലാണ് പല പ്രദേശങ്ങളിലും ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ആക്രമണ സംഭവങ്ങൾക്ക് തടയിടാനുള്ള എല്ലാ സുരക്ഷാ വിന്യാസങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.